ആകാശ് പോയി എന്ന് കേൾക്കെ ഒരു ചെറിയ വിഷമം തോന്നിയെങ്കിലും അവളെല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അവൾക്ക് മനസ്സിലായി ആകാശിൻ്റെ മമ്മിയുടെ ഭാഗത്താണ് തെറ്റെന്ന്. അവന് പൂർണ്ണമായി വിശ്വാസം വന്ന് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ അവൻ്റെ മനസ്സിപ്പോഴും തയ്യാറല്ല. എന്നത്തെയും പോലെ പതിവ് പോലെ അവൾ ഓഫീസിലേക്ക് പോവാൻ റെഡിയായി ഇറങ്ങി. പക്ഷേ ബസ്സിലിരിക്കുന്ന ഓരോ നിമിഷവും അവളുടെ ചിന്തകൾ ഇന്നലകളിലൂടെ ഓടി നടന്നു. ഇന്നലെ രാത്രി ആകാശ് അവളെ കൈകളിലെടുത്ത് ഉയർത്തിപ്പോകുന്ന രംഗം മനസ്സിലോർത്തു. അവൾക്കൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ തോന്നി. ഓഫീസിനുള്ളിൽ ഉറപ്പായും ഇതൊരു ചർച്ചാ വിഷയമായി കാണുമെന്ന് അവൾ മനസ്സുകൊണ്ട് ഊഹിച്ചു. എന്നാൽ അവളുടെ ഊഹം ശരിയാകും വിധത്തിലുള്ളതായിരുന്നു ഓഫീസിലുള്ള ഓരോരുത്തരുടെയും പെരുമാറ്റം. അവളെ കണ്ടപ്പോൾ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ, അവളെ നോക്കിക്കൊണ്ടുള്ള ചിരികൾ അവൾക്ക് വല്ലാതെ അസഹ്യമായി തോന്നി. എന്നാലും വന്നു കയറിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ സിഇഒയെ പോക്കറ്റിലാക്കി. അടക്കി പിടിച്ചുള്ള ബിന്ദു എന്ന് പറയുന്ന സ്റ്റാഫിൻ്റെ സംസാരം കേട്ട് അഭിരാമിക്ക് തൻ്റെ തൊലി ഉരിഞ്ഞു പോകും പോലെ തോന്നി. എന്താണ് ഇന്നലെ സംഭവിച്ചത്? എന്തിനാണ് ആകാശ് നിന്നെ കൈകളിലെടുത്ത് ഉയർത്തിയത്? ഓഫീസിൽ എല്ലാവരും ഇപ്പോൾ ഇതേപ്പറ്റി ചർച്ച ചെയ്യുന്നു. എന്തു പറയണമെന്നറിയാതെ അഭിരാമി നിശബ്ദയായി സിസ്റ്റത്തിലേക്ക് നോക്കിയിരുന്നു. പ്ലീസ്, ഇപ്പോഴെന്നോടൊന്നും ചോദിക്കരുത്. പ്രണവിനോടും ജീനയോടുമായി അഭിരാമി അത് പറഞ്ഞതും രണ്ടുപേരും സ്വന്തം ഇരിപ്പിടങ്ങളിലേക്ക് പോയി. വെറുതെ സിസ്റ്റത്തിൽ നോക്കിയിരുന്നെങ്കിലും ജോലി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഫലമായി തന്നെ സബ്മിറ്റ് ചെയ്ത വർക്കുകളിൽ ഒരുപാട് തെറ്റുകൾ കണ്ട് അവളെ മാനേജർ രവീന്ദ്രൻ ഒരുപാട് വഴക്കു പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് തകർന്നു നിൽക്കുമായിരുന്നു അഭിരാമി. തലവേദനിച്ച് പൊട്ടിപ്പിളരും പോലെ തോന്നിയ സമയത്ത് ഒരു കോഫി കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയത്. എന്നാൽ അവൾ അവിടെ ചെന്ന് അവിടെ ഓരോ മുഖങ്ങളും അവളിലേക്ക് തിരിഞ്ഞു. അവർ അവളെ നോക്കി എന്തൊക്കെയോ അടക്കം പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. കാപ്പി കുടിച്ച് തീർക്കാൻ കഴിയാതെ നിറക്കണ്ണുകളോടെയാണ് അവൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ മടങ്ങിയത്. അതേസമയം തന്നെ എല്ലാവരും അവരുടെ ബ്രേക്ക് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിയൂൺ അനന്തൻ അവിടേക്കൊരു പേപ്പറുമായി വന്നത്. അയാൾ വന്നത് പിന്നാലെ തന്നെ രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അഭിരാമി, തന്നെ ആകാശ് സാർ വിളിക്കുന്നുണ്ട്, അർജൻറ്റാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് സാറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ല്. അത്രയും പറഞ്ഞ് രവീന്ദ്രൻ തൻ്റെ ക്യാബിനിലേക്ക് തിരികെ പോയപ്പോൾ സ്റ്റാഫുകൾക്കിടയിൽ മുറുമുറുപ്പ് ഉയർന്നു. പലരും വീണ്ടും അഭിരാമിയെ നോക്കി മുറുമുറുക്കാനും ചിരിക്കാനും തുടങ്ങി. ആകാശിൻ്റെ ക്യാബിനിലേക്ക് കയറുമ്പോൾ അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. അവൻ്റെ ക്യാബിനിലെ വിൻഡോ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്ന ആകാശ് ആ സമയം അഭിരാമി ഡോറിലൊന്ന് നോക്ക് ചെയ്ത ശേഷം അകത്തേക്ക് കയറി. ആകാശ് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഭിരാമി അവനെ നോക്കി സംസാരിച്ചു തുടങ്ങി. പ്ലീസ്, ദയവായി എന്നെ ഇങ്ങനെ വിളിപ്പിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ക്യാബിനിലേക്ക്. ഇന്നലെ രാത്രിയിലെ സംഭവം പോലും സ്റ്റാഫുകൾ ആരും മറന്നിട്ടില്ല. അവരുടെ കളിയാക്കലുക്കിടയിൽ ജോലി ചെയ്യേണ്ടത് ഞാനാണ്. ദയവായി എൻ്റെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കണം. അഭിരാമിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംസാരം ഉയർന്നതും ആകാശിൻ്റെ മുഖം ചുവന്നു. കണ്ണിലൂടെ ദേഷ്യത്തിൻ്റെ ചുവപ്പുരാശി പടർന്നു. ആമി, ഞാൻ വിളിപ്പിച്ചത് അതിനല്ല. പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അമ്മയുമായി സംസാരിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു ആകാശേട്ടൻ്റെ അമ്മ? അത് ചോദിക്കുമ്പോൾ അഭിരാമിയുടെ വാക്കുകളിൽ പുച്ഛം കലർന്നു. മമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാണെന്നാണ് അമ്മ പറഞ്ഞത്. കൊള്ളാം, നല്ല എക്സ്പ്ലനേഷൻ. മകനറിയാതെ മകൻ്റെ ഭാര്യയ്ക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയക്കുന്നതാണോ ഒരബദ്ധം? അബദ്ധമൊന്നല്ല ആകാശേട്ടാ, ഇത് വ്യക്തമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കാര്യമാണ്. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞ് അഭിരാമിക്ക് ക്യാബിനിലേക്ക് പോകാം. അവനത് പറഞ്ഞപ്പോൾ അവൾ തിരിച്ചൊന്നും പറയാതെ വെറുതെ ആകാശിനെ നോക്കിയതേ ഉള്ളൂ. ഇനി എത്ര പറഞ്ഞാലും അവന് താൻ പറയുന്നതിന് അർത്ഥമൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് പിടികിട്ടി. തിരികെ ക്യാബിനിലേക്ക് വരുമ്പോഴും സിസ്റ്റത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചിരുന്ന എല്ലാ സ്റ്റാഫുകളും അവളെ ഉറ്റുനോക്കി. എന്നാലും അഭിരാമിയുടെ ഒരു ഭാഗ്യം. ഞാൻ ഈ കമ്പനി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 7 കഴിഞ്ഞു. ഇന്ന് വരെ ഇതിനു മുമ്പത്തെ സിഇഒയോ പുതുതായി ചാർജ് എടുത്ത സിഇഒയോ ഇത്രയും അടുത്ത് കാണാനും അവരുടെ ക്യാബിനിലേക്ക് പോകാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ലെങ്കിൽ പോലും അവരുടെ ആ വാക്കുകൾക്ക് ഒരു ദ്വയർത്ഥമുണ്ടായിരുന്നു. അഭിരാമി സീറ്റിൽ വന്നിരുന്നത് ജീന മെല്ലെ അവളുടെ തോളി തട്ടി. എന്തിനാ സാർ വിളിച്ചത്? ഒരു വേള അഭിരാമിയുടെ മുഖം വിളറി. കാരണം എന്ത് കള്ളം പറയണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നില്ല. ആകാശ് പറഞ്ഞത് എന്തിനെന്ന് പറയാനും വയ്യാത്ത അവസ്ഥ. അത് പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി.
എന്തൊക്കെയോ പറഞ്ഞവൾ ആ പ്രശ്നം ഉഴപ്പി വിടാൻ ശ്രമിച്ചു. പക്ഷേ ഇത്തവണ ജീനയുടെ കണ്ണുകളിലും ചെറുതായി ഒരു സംശയം നെളിച്ചു. അതുകൊണ്ട് തന്നെ ജീന പിന്നീട് അതേപ്പറ്റി കൂടുതലായും ഒന്നും അഭിരാമിയോട് ചോദിച്ചതുമില്ല. അഭിരാമിയോട്ട് ജീനയ്ക്ക് മുഖം കൊടുക്കാനും നിന്നില്ല. ആകാശ് അവൻ്റെ ക്യാബിനിൽ മാത്രം ഇരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും കമ്പനിക്കകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അവൻ്റെ ചെവിയിൽ എത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞുവെന്നും അതിൻ്റെ പേരിൽ അഭിരാമിക്ക് സ്റ്റാഫുകൾക്കിടയിൽ നിന്ന് പല രീതിയിലുള്ള കളിയാക്കലുകൾ നേരിടേണ്ടി വന്നുവെന്നും അവനും മനസ്സിലായി. ഓരോരുത്തരുടെയും സംസാരം എവിടെ വരെ പോകുമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവൻ. ദിവസം മുഴുവനും കമ്പനി വർക്ക് ചെയ്യാൻ അന്ന് അവന് സാധിച്ചില്ല. പെട്ടെന്ന് എമർജൻസിയായി ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. ട്രാവൽ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ അവൻ എടുക്കേണ്ടതായി വന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള വരവായിരുന്നത്. ആ സമയത്ത് സാധാരണ ആകാശ് വീട്ടിലേക്ക് പോകാറില്ല. ആ സമയം തന്നെ അവൻ ചുറ്റും ശ്രദ്ധിച്ചു. ജോലിക്കാരും ഉണ്ടായിരുന്നില്ല. ശ്രീഭദ്രയും അവിടെ കാണുന്നില്ല. അശുഭകരമായ എന്തോ കേൾക്കാനോ സംഭവിക്കാനോ പോകുന്നുവെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു. ശ്രീഭദ്രയെ അന്വേഷിച്ചവൻ അവരുടെ റൂമിലേക്ക് ചെന്നു. പക്ഷെ ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൻ അവരെ കാണാൻ പോയതിലുള്ള പ്രധാന കാരണം അവൻ അർജൻറ്റായിട്ട് മീറ്റിങ്ങിന് പോകണമെന്ന് പറയാനായിരുന്നു. പക്ഷേ ശ്രീഭദ്രയുടെ റൂമിൽ നിന്ന് കേൾക്കുന്ന പരിചയമുള്ള ശബ്ദങ്ങൾ കുറച്ചു കഴിഞ്ഞതും അവൻ തിരിച്ചറിഞ്ഞു ശ്രീഭദ്രയെ കൂടാതെ അകത്തുള്ളത് ഡോക്ടർ സൂസനും പാർവതിയുമാണെന്ന്. അവർ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരിക്കുമെന്ന് കരുതി തിരിഞ്ഞു പോകാൻ തുടങ്ങിയ ആകാശ് അഭിരാമിയുടെ പേര് കേട്ടതും അവരുടെ സംഭാഷണത്തിൽ സ്റ്റക്കായതുപോലെ നിന്നു. നീ എന്താ ഭദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതിൻ്റെ ബാക്കി തരാമെന്ന് പറഞ്ഞ പണം എവിടെ? അഭിരാമി ആകാശ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ആ പണം ക്രെഡിറ്റ് ആയിട്ടില്ല. സൂസൻ്റെ വായിൽ നിന്ന് കേട്ടതും ആകാശ് നിശ്ചലനായി റൂമിൻ്റെ വാതിക്ക് നിന്നു. നോക്ക് സൂസൻ, ഞാൻ പറഞ്ഞത് ആകാശ് അഭിരാമിയെ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പണം നിൻ്റെ അക്കൗണ്ടിലേക്ക് തരുമെന്നാണ്. ഇതിപ്പോൾ അവൻ്റെ പേരിലൊരു ഡിവോഴ്സ് പെറ്റീഷൻ അവൾക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അവളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ആകാശ് ബുദ്ധിമാനാണ്. അവനെ വെല്ലാൻ ആരുമില്ല. പക്ഷേ ജീവിതത്തിലവൻ വെറും ഒരു പൊട്ടനാണ്. അല്ലെങ്കിൽ തന്നെ അബദ്ധത്തിലാണ് ഞാൻ അഭിരാമിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് പോവും അവൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് സൂസൻ ശ്രദ്ധയോടെ കേൾക്കണം. എന്തായാലും അവരുടെ ബന്ധം ഇനി അധികം നാൾ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്നുകൂടി പ്രഷർ ചെലുത്തിയാൽ ഉറപ്പായും ആകാശ് അഭിരാമിയെ ഉപേക്ഷിക്കും. നമുക്ക് വേണ്ടതും അതാണല്ലോ, അവൻ്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ. അഭിരാമി അവൻ ഉപേക്ഷിക്കുന്നതോടെ അവൻ ഭാഗികമായി ഒന്ന് തകരും. കാരണം മറ്റൊന്നുമല്ല, അവൻ ഏറെ ആശിച്ചു മോഹിച്ച് കെട്ടിയതല്ലേ അവളെ. അതിൻ്റെ സങ്കടത്തിൽ നിന്ന് അവൻ പുറത്തു വരാൻ എന്തായാലും ചുരുങ്ങിയതൊരു 6 മാസമെങ്കിലും സമയമെടുക്കും. അപ്പോഴാണ് പാർവതിയുടെ ദൗത്യം ആരംഭിക്കുന്നത്. ശ്രീഭദ്രയുടെ പ്ലാൻ ശ്രദ്ധിച്ചു നിന്ന പാർവതിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഡിവോഴ്സ് കഴിഞ്ഞ് ഭാര്യയുമില്ലാതെ നിൽക്കുന്ന അവൻ്റെ ജീവിതത്തിലേക്ക് രണ്ടാമതൊരു പെണ്ണിനെ കയറിച്ചെല്ലാൻ അധിക സമയമൊന്നും വേണ്ട. പതിയെ തഞ്ചത്തിന് അവനെ നിന്റെ വശത്താക്കണം. ഒരു പെണ്ണ് വിചാരിച്ചാൽ നടക്കാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമി മലയാളത്തിൽ ഒന്നുമില്ലടി. അപ്പച്ചി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അഭിരാമി ആകാശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏതു വിധേനയും ആകാശേട്ടനെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. പാർവതിയുമായുള്ള ആകാശിൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. അന്ന് തന്നെ ജ്യൂസിൽ വിഷം കലർന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് 3 പേർക്കും മാത്രമേ അറിയൂ. അവൻ ആദ്യം വിശ്വസിച്ചെങ്കിലും ഇപ്പം അവനും ചെറിയ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നീ കാത്തിരുന്ന് ഏത് നിമിഷം വേണമെങ്കിലും അവൻ വീണ്ടും നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരും. തിരിച്ചും മറിച്ചും വന്നാലും പറയേണ്ടത് എന്താണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാലോ. അന്ന് എനിക്കങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് കാര്യങ്ങൾ ഇത്രത്തോളം വന്നെത്തി. ഇല്ലെങ്കിൽ അഭിരാമിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നേനെ. എന്തായാലും വേണ്ടില്ല, സംഭവിച്ചതെല്ലാം നമ്മളുടെ നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോഴേക്കും പാർവതി എന്തോ പറയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ശ്രീഭദ്രയുടെ റൂമിൽ ആരോ ശക്തമായി അടിക്കുന്നത് പോലെ അവർക്ക് തോന്നി. ശ്രീഭദ്രയുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി.
അവർ മൂന്നുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കാരണം ഈ സമയം അവരെ കൂടാതെ മറ്റാരും ആ വീട്ടിലില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് കിച്ചണിലെയും ഗാർഡനിലെയും എന്തു പറയുന്നു സെക്യൂരിറ്റി അടക്കമുള്ള എല്ലാ സ്റ്റാഫിനും അവധി കൊടുത്തത്. വാതിൽ തുറക്കാൻ ശ്രീഭദ്രയ്ക്ക് അകാരണമായ ഭയം തോന്നി. വാതിൽമേലുള്ള പ്രഹരം കൂടിക്കൂടി വന്നതോടെ അവർ നിവർത്തിയില്ലാതെ ചെന്ന് വാതിൽ തുറന്നു. സർവം ഭസ്മമാക്കാൻ നിൽക്കുന്നവനെ പോലെ ആകാശ തൊട്ടു മുമ്പിൽ. മോനെ മോനെ എപ്പോൾ വന്നു? ഭദ്രവതി ചോദിക്കവേ തന്നെ അവന് പിന്നിൽ മറഞ്ഞു നിന്ന കാർത്തികയും കൂടി വെളിച്ചത്തിലേക്ക് വന്നു. ശ്രീഭദ്രയെ വെട്ടി വിയർത്തു. എന്തോ കാരണത്താൽ കാർത്തികേയനും വന്നു പതിവില്ലാതെ നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി. ശ്രീഭദ്രയുടെയും കാർത്തികേയൻ്റെയും റൂമിന് മുൻപിൽ ആകാശ് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് കാർത്തികേയൻ അവിടേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ സംസാരിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി ആകാശും കാർത്തികേയനും കേട്ടിരുന്നു. ശ്രീഭദ്ര എന്തോ പറയാൻ തുടങ്ങിയതും കാർത്തികേയൻ്റെ കൈ ശക്തിയോടെ അവരുടെ കവളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അടികൊണ്ട കവിൾത്തടം അടർന്നു മാറിയതുപോലെ ശ്രീഭദ്രയ്ക്ക് തോന്നി. കാർത്തികേട്ടാ ഞാൻ. ശ്രീഭദ്ര എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കാർത്തികേയൻ അവരെ കൈയുയർത്തി തടഞ്ഞു. ഒരക്ഷരം മിണ്ടരുത് നീ. പെറ്റതള്ളയേക്കാൾ കൂടുതൽ നിന്നെയല്ലടി അവൻ സ്നേഹിച്ചത്. എന്നിട്ട് എൻ്റെ മോനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? അത് ചോദിക്കുമ്പോൾ കാർത്തികേയൻ അലറുകയായിരുന്നു. ആകാശാണെങ്കിൽ തൊട്ടടുത്ത് ദേഷ്യം മുഷ്ടി ചുരുട്ടി നിയന്ത്രിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു. മുൻപൊക്കെ അഭിരാമി പറയുന്നതാണ് സത്യമെന്നവന് തോന്നിയെങ്കിലും അവൻ്റെ അമ്മയെ അവൻ ഇത്രയധികം അവിശ്വസിച്ചിരുന്നില്ല. അവരുടെ ഒറിജിനൽ സ്വഭാവം പുറത്തു വന്നപ്പോൾ കാർത്തികേയനേക്കാൾ ഏറെ വേദനിപ്പിച്ചത് ആകാശനായിരുന്നു. കാരണം ഊണിലും ഉറക്കത്തിലും അവൻ അമ്മയെ 100 പ്രാവശ്യം പറയുമായിരുന്നു. ശ്രീഭദ്രയിൽ നിന്ന് ഇങ്ങനെയൊരു ചതി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശ്രീഭദ്രയ്ക്കൊപ്പം നിന്ന സൂസനും പാർവതിയും ആകാശിൻ്റെയും കാർത്തികേയൻ്റെയും മുഖത്ത് നോക്കാനാവാതെ തലകുനിച്ച് നിന്നു. സൂസനൊരു ഡോക്ടർ കൂടിയല്ലേ, ഒരു എത്തിച്ചില്ലേ നിനക്ക്? ഇങ്ങനെ ഇവളുടെ കൂടെ നിന്ന് ഇത്രയും ചീപ്പ് ഡ്രാമ കളിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഒന്നുമില്ലെങ്കിലും മറുഭാഗത്ത് നിന്നത് ഒരു പെൺകുട്ടിയല്ലേടി. നിന്റെ മകൾ ആനയുടെ പ്രായമല്ലേ വരൂ അവക്കും? കാർത്തി, സൂസൻ പറഞ്ഞു തുടങ്ങിയ മാതൃകയിൽ തന്നെ കാർത്തികേയൻ അവരെയും തടഞ്ഞു. വേണ്ട, ഇനി ഒരു എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ട. ഇനി മേലിൽ എൻ്റെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ നിങ്ങളെ കണ്ടുപോകരുത്. കൈ ചൂണ്ടി താക്കിയതുപോലെ സൂസനോടത് പറയുമ്പോൾ ശ്രീഭദ്ര മുഖം കുനിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന്. ആകാശേട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഈ അപ്പച്ചി നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അവസാന ശ്രമമെന്ന പോലെ ഒരു കള്ളം പറഞ്ഞൊന്ന് കീഴടങ്ങാൻ പാർവതി ശ്രമിച്ചെങ്കിലും ശ്രീഭദ്രയുടെ കടുത്ത നോട്ടം അവളെ തേടിയെത്തി. അത് കൊള്ളാലോ മോളെ, ഇത്രയും നാൾ ഈ അപ്പച്ചി വേണമായിരുന്നു എന്തിനും ഏതിനും. എന്നിട്ട് ഒടുക്കം പിടിക്കപ്പെട്ടപ്പോൾ അപ്പച്ചി മാത്രം കള്ളി. അത് കൊള്ളാം. തികഞ്ഞ ധാർഷ്ട്യത്തോടെയും പുച്ഛത്തോടെയും പാർവതിയെ നോക്കി ശ്രീഭദ്ര പറഞ്ഞു. പുറത്തേക്ക് ചൂണ്ടി അവളോട് ഇറങ്ങിപ്പോകാൻ ആകാശ് അലറി. എന്നിട്ടും കാര്യം മനസ്സിലാകാത്തതുപോലെ നിൽക്കുന്ന ശ്രീഭദ്രയ്ക്കും പാർവതിക്കും നേരെ അവൻ ദേഷ്യത്തെ നോക്കി. ഔട്ട് ഫ്രം മൈ ഹൗസ്. കാർത്തികേട്ട ഇവൻ പറയുന്നു കേട്ടില്ലേ? ശ്രീഭദ്ര ചുണ്ട് വിതുമ്പിക്കൊണ്ട് കാർത്തികേയൻ്റെ അരികിലേക്ക് ചെന്നു. എന്നാൽ അവരെ കണ്ട മാത്രമേ തന്നെ കാർത്തികേയൻ രണ്ടടി പിന്നോട്ട് വെച്ചു. ഈ വീട്ടിലെ അവസാന വാക്ക് എൻ്റെ മകൻ്റേതാണ്. അവനിവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞെങ്കിൽ ഈ നിമിഷം ഇപ്പോൾ തന്നെ ഇറങ്ങണം. കാർത്തികേയനും കൂടി കൈയൊഴിഞ്ഞതോടെ ശ്രീഭദ്രയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അതുകൊള്ളാം, അച്ഛനും മോനും കൂടി പുതിയ ഒരുത്തിയെ കണ്ടപ്പോൾ എന്നെ എൻ്റെ മോളെ ഇവിടെ നിറക്കാൻ നോക്കുവാണല്ലേ? ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പാർവതിയുടെ കയ്യും പിടിച്ച് അതേ ദേഷ്യത്തിൽ തന്നെ ശ്രീഭദ്ര ആ വീടിൻ്റെ പടികൾ ഇറങ്ങി. സർവം തകർന്നവനെ പോലെ ആകാശ് ലിവിംഗ് റൂമിലെ സോഫയിലിരുന്നു. ആമിമോളായിരുന്നു ശരി. ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ മോനെ, അവളൊരു നല്ല കുട്ടിയാണെന്ന്. അവളൊരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല. അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിന്നത് നീയാണ്. എന്നിട്ടിപ്പോൾ ഒടുവിൽ എന്ത് സംഭവിച്ചു? ജീവനെപ്പോലെ സ്നേഹിച്ച അമ്മ, അവൾ തന്നെ നിന്നെ ചതിച്ചില്ലേ? ഇനിയെങ്കിലും നീ ആമിമോളോട് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിച്ച് 2 പേർക്കും ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുപോവാ. എന്തായാലും ഈ വീടിൻ്റെ മൂദേവി പടിയിറങ്ങിയല്ലോ. ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് ഈ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ആകാശിൻ്റെ കണ്ണുകൾ നിറയുന്നത് അന്ന് ആദ്യമായി കാർത്തികേയൻ കണ്ടു.
അവളെൻ്റെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞതാണച്ച, തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഒരിക്കലെങ്കിലും ഞാൻ അവളെ ഒന്ന് വിശ്വസിച്ചെങ്കിൽ ഇന്നിങ്ങനെ ഒരു പമ്പര വിഡ്ഢിയായി ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു എനിക്ക്. പോട്ടെ മോനെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും നീ സത്യങ്ങൾ പറഞ്ഞവളെ കൂട്ടിക്കൊണ്ടുവാ. അർജൻറ്റായി നടത്തേണ്ടിയിരുന്ന മീറ്റിംഗ് ആകാശ് പോസ്റ്റ്പോൺ ചെയ്തു. അതേ വേഷത്തിൽ തന്നെ അവൻ നേരെ കമ്പനിയിലേക്ക് തിരിച്ചു. അതേസമയോടെ എല്ലാവരുടെയും കളിയാക്കലും കുറ്റപ്പെടുത്തലും കേട്ട് നിസ്സഹായായി നിൽക്കുകയാണ് അഭിരാമി. അതിലവൾക്ക് ഏറ്റവും ഷോക്കിങ്ങായി തോന്നിയത് ഇത്രയും നാൾ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു നടന്ന പ്രണവും കളിയാക്കുന്നവർക്കൊപ്പം ചേർന്നാണ്. ലഞ്ച് ബ്രേക്ക് ടൈമിൽ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും കളിയാക്കലും സഹിക്കവയ്യാതെ കൊണ്ടുവന്ന ഭക്ഷണം വേസ്റ്റ് ബിന്നിലിടാൻ തുടങ്ങുവാണ് അഭി. അപ്പോഴാണ് ഒരു കൈവന്ന് അവളെ തടഞ്ഞത്. ഈ സമയത്ത് ഭക്ഷണം നന്നായി കഴിക്കണം, അറിയില്ല അമ്മി നിനക്ക്? എന്തുത്തരം പറയണമെന്നറിയാതെ ഒരു നിമിഷം അവൾ സ്റ്റക്കായിപ്പോയി. കാരണം ആകാശിനെ അവൾ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ കളയാൻ തുടങ്ങിയ ഭക്ഷണം ആമിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് ആകാശ് ഒരു ടേബിളിലേക്കിരുന്നു. അവിടെയുള്ള കണ്ണുകളെല്ലാം ആ സമയത്ത് അവർ തന്നെയാണ്. ആകാശ് എന്തു ചെയ്യാൻ പോകുന്നു എന്നറിയാതെ അക്ഷമയോടെ ഓരോരുത്തരും അവരെ വീക്ഷിച്ചു. കഴിക്കും. ചെറിയ ചില്ലുകുപ്പിയിലാക്കി വെച്ചിരുന്ന മോര് കൂടി അവളുടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷമാണ് അവനത് പറഞ്ഞത്. ഒടുക്കം നിവൃത്തിയില്ലാതെ അഭിരാമി അത് കഴിച്ചു. കഴിക്കാതെ പാതി വഴിക്ക് ആഹാരം പാത്രത്തിൽ വെച്ചിറങ്ങിയാൽ അവൻ്റെ സ്വഭാവം എന്താകുമെന്ന് അവൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ചുറ്റുമുള്ള ഓരോരുത്തരും നോക്കി നിൽക്കെ ആമി മോര് ചേർത്ത് ഓരോ ഉരുളകളായി കുഴിച്ച് വായിലേക്ക് വെച്ചു തുടങ്ങി. അത് കണ്ട് സംതൃപ്തിയോടെ അരികിലിരിക്കുന്ന ആകാശിനെയും അവിടെയുള്ളവരൊക്കെ നോക്കുന്നുണ്ട്. ആമി ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയം വരെ ആകാശ് അവിടെ നിന്ന് അനങ്ങാതെ കണ്ണുകൾ അവളിൽ പതിപ്പിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. അവൾ കഴിച്ച് എഴുന്നേറ്റതും അവൻ ക്യാൻറ്റീൻ്റെ ഒത്ത നടുവിലായി ഏറ്റവും വലിയ തൂണിൽ ചാരി നിന്ന് കൈകെട്ടി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിച്ചു. ആകാശിൻ്റെ കൈയുടെ ശബ്ദം കേട്ടതും അവിടെ നിന്നിരുന്നവരും ഭക്ഷണം കഴിച്ചിരുന്ന എല്ലാവരും അവൻ നിൽക്കുന്നിടത്തേക്ക് വന്നു. തങ്ങളുടെ സിഒയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായതും അവർ അവന് ചുറ്റും അണിനിരുന്നു. എന്താ സാർ? കൂട്ടത്തിൽ നിന്നാരോ വിളിച്ചു ചോദിച്ചു. ആ സമയം തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ച പാത്രവും കൈയും കഴുകി ആമി അങ്ങോട്ടേക്ക് എത്തിയത്. ആകാശ് അവളുടെ തോളിൽ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു. ആമി കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും ആകാശ് ആ പിടുത്തം അയച്ചില്ല. മാത്രവുമല്ല ഒന്നുകൂടി പിടിമുറുക്കുകയും ചെയ്തു. ആമി ആകാശിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. നിങ്ങളിൽ ചിലരെങ്കിലും 2 ദിവസമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യുന്നുണ്ടാവും. ആകാശിൻ്റെ കൈയുടെ ശബ്ദം കേട്ടതും അവിടെ നിന്നിരുന്നവർ അവൻ പറയുന്നത് ശ്രദ്ധിച്ചു. എങ്കിൽ കാത് തുറന്ന് കേട്ടോളൂ. ഷീ ഈസ് മൈ വൈഫ്, അഭിരാമി ആകാശ് മേനോൻ. ആകാശിൻ്റെ വെളിപ്പെടുത്തലിൽ ആമിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. പലരും അഭിരാമിയെ ഒളിഞ്ഞും തെളിഞ്ഞും കളിയാക്കിയിട്ടുണ്ടെന്നും ചോദ്യം ചെയ്ത് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും ഞാനറിഞ്ഞു. പക്ഷേ ഇനി അങ്ങനെയൊന്നും ഉണ്ടായി എന്നറിഞ്ഞാൽ, ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ അത്രമാത്രം പറഞ്ഞു നിർത്തി അഭിരാമിയുമായി ആകാശ് അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ഇതിനിടയിൽ തന്നെ ആകാശിൻ്റെ വെളിപ്പെടുത്തൽ ആ വലിയ ഓഫീസ് മുഴുവൻ വ്യാപിച്ചു. ആമിയെ കളിയാക്കിയവർ ഭയപ്പെട്ടിരുന്നു. ആകാശിനൊപ്പം ക്യാബിനിലേക്ക് കയറിയതും അവൾ ഇരു കൈകൊണ്ട് അവനെ തള്ളി മാറ്റി. എന്തിനാണ് ഇങ്ങനെ ചീപ്പ് ഡ്രാമ കളിക്കുന്നത്? നീ എൻ്റെ ഭാര്യയാണെന്ന് 4 ആളോട് പറയുന്നത് എങ്ങനെ ഡ്രാമയാകൂ ആമി? ഇത്ര നാളും ഇല്ലാതിരുന്ന ഭാര്യ സ്നേഹം ഇപ്പോഴെങ്ങനെ വന്നു? ആമിയുടെ ആ ചോദ്യത്തിൽ ആകാശിന് അടിപതറി. അല്പസമയം എടുത്തിട്ടായാലും നടന്നതെല്ലാം അവൻ ആമിയോട് പങ്കുവച്ചു. അവളുടെ മൂക്കിൻ തുമ്പും കവളുകളും ദേഷ്യത്താൽ വിറകൊണ്ടു. അപ്പോൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ സ്നേഹപ്രകടനം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ദേഷ്യത്തിൽ ആകാശിൻ്റെ ക്യാബിൻ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോകാൻ ആമി ശ്രമിച്ചെങ്കിലും അതിനവളെ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരുന്നു അവൻ. ഇപ്പോഴെങ്കിലും ആകാശേട്ടൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ, അത് മതി എനിക്ക്. ആകാശിൻ്റെ അതരങ്ങൾ ആമിയുടെ നെറ്റിയിൽ അമർന്നു. കൈകൾ അവളുടെ വയറിനെ പൊതിഞ്ഞു. അവരുടെ പിണക്കങ്ങൾ ഒന്നിൻ്റെയും അവസാനമായിരുന്നില്ല. എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സന്തോഷങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. ശുഭം.